സത്യത്തിൽ ഒരു ഭരണാധികാരിയുടെ മനസ്സിൽ പകയും വിദ്വേഷവും പാടില്ല. രാഷ്ട്രീയവും വ്യക്തിഗതവുമായിട്ടുള്ള പകയും വിദ്വേഷവും വച്ചു പുലർത്തുന്ന ഒരാൾ നാട് ഭരിച്ചാൽ നാട് മുടിയും. അതാണിന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഒരു ഭരണക്രമത്തിലും പകയും വിദ്വേഷവും ഒരു ഭരണാധികാരിക്ക് ഭൂഷണമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും സ്ഥിരമായി ചാനൽ ചർച്ചകളിൽ തലനാരിഴ കീറി പ്രതിരോധത്തിലാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുകയും പലപ്പോഴും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതിയെ പൊതുസമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കുന്നതിൽ പ്രധാന നേതൃപദവി അലങ്കരിക്കുന്ന ഒരാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പൊ ടാർഗറ്റ് ചെയ്യാൻ ഓരോരുത്തരെയും. അല്ലെങ്കിൽ ഇന്നലെ കുണ്ട്രയിൽ ഞാൻ കൂടി പങ്കെടുത്ത കുണ്ട്രയിലെ വിചാരണ സദസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 20 ദിവസക്കാലമായി തിരുവനന്തപുരത്ത് അദ്ദേഹം സ്വൈരവിഹാരം നടത്തുന്നു. പോലീസ് ആവശ്യപ്പെട്ടാൽ തന്നെ കീഴടങ്ങുമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അറസ്റ്റ് വരിക്കുമായിരുന്നു. ആ ആളെ വെളുപ്പാങ്കാലത്ത് 6 മണി 7 മണി സമയത്ത് വീട്ടിൽ ചെന്ന് അമ്മയുടെ സാന്നിധ്യത്തിൽ അയാളെ ഒരു ഭീകരാന്തൻ, ഒരു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ വീട് ഭേദിച്ച് അകത്ത് കയറി ഈ നാടകം കാണിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? എങ്ങനെയാണ് ഇവർ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുന്നത്? എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റാണ്? ഇതല്ലേ ഫാസിസം എന്ന് പറയുന്നതല്ലേ ഈ കാണുന്നത്? നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, ജയിലിലടയ്ക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ 7 മണി സമയത്ത് വെളുപ്പാങ്കാലത്ത് അമ്മയുടെ സാന്നിധ്യത്തിൽ ഇങ്ങനൊരു നാടകം സൃഷ്ടിച്ച് കരുണാനിധിയെ മുമ്പ് ഇതിന്റെയൊക്കെ തിക്തഫലം മുമ്പ് കരുണാനിധിയെ ഇതുപോലെ അറസ്റ്റ് ചെയ്യാൻ ഒരു നാടകം നടത്തിയിരുന്നു ജയലളിതയുടെ നേതൃത്വത്തിൽ തമിഴകത്തെ രാഷ്ട്രീയത്തിൽ. അതിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് അധികാര തിമിരം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ട ഒരു ഏകാധിപതിയായിട്ടുള്ള ഭരണാധികാരിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. സൂര്യനെന്നും കഴുകനെന്നും അതുപോലെ ദൈവത്തിന്റെ അവതാരമെന്നും വിളിച്ച് കൂടെ നിൽക്കുന്നവർ അദ്ദേഹത്തെ വാഴ്ത്തുകയും വാഴ്ത്തുന്നവർക്ക് മുഴുവൻ പുതിയ പുതിയ സ്ഥാനങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് രാജാവാണ് എന്ന ധാരണയിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ വലിയ പ്രത്യാഘാതങ്ങളെ നേരിടേണ്ടി വരും. ഒരു സംശയവും വേണ്ട. വാഴ്ത്തുപാട്ടുകാരുടെ നടുവിലാണ് ഇപ്പോൾ അദ്ദേഹം ജീവിക്കുന്നത്. തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് അതിൽ മോചനം ഉണ്ടാകില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ വീട് ഭേദിച്ച് അകത്ത് കടന്ന് വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോഴാണ് പുല്ലൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറി, ഡിവൈഎസ്പി അടക്കമുള്ളവർ നോക്കി നിൽക്കുമ്പോഴാണ് പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് തല്ലിപ്പൊളിച്ച് ആ ഗ്ലാസ് കഷ്ണങ്ങൾ വാരി വിതറി വിജയാഹ്ലാദ പ്രകടനം നടത്തിയത്. ആർഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്ത് നോക്കിപ്പോയി കക്കൂസ് കഴുകാൻ പറഞ്ഞത്. വേറൊരു ഡിവൈഎഫ്ഐയുടെ നേതാവാണ് ഞങ്ങളുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താൽ കയ്യും കാലും വെട്ടിയെടുക്കുമെന്ന് പരസ്യമായി മൈക്കിലൂടെ ഡിവൈഎസ്പി അടക്കമുള്ളവർ നോക്കി നിൽക്കുമ്പോൾ പ്രസംഗിക്കുന്നത്. അവർക്കെതിരെയൊന്നും ഒരു അറസ്റ്റും ഒരു നടപടിയും സ്വീകരിക്കാൻ പിണറായി പോലീസ് തയ്യാറല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവരെ വീട്ടിൽ വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇതെല്ലാം കേരളം കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്കെതിരായി, വിയോജിക്കുന്നവർക്കെതിരായി, വിമർശിക്കുന്നവർക്കെതിരായി. ഇപ്പൊ KM ഷാജിയുടെ അനുഭവം നമുക്കുണ്ട്, KM ഷാജഹാന്റെ അനുഭവം നമുക്കുണ്ട്. നാളെ ഞങ്ങളിൽ പലർക്കുമൊക്കെ ഇതുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഇത്തരത്തിൽ വളരെ ഹീനമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരിക്കലും കേരളത്തിന്റെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഭൂഷണമല്ല. തിക്തമായ പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകും, ഒരു സംശയവും വേണ്ട.